to Gautam Little World. So guys, അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഹോംവർക്കും എല്ലാം ചെയ്തിട്ട് ഇത്തിരി ടൈം എൻ്റെ അനിയത്തിയോടെ ഇന്ന് സ്പെൻഡ് ചെയ്യാൻ പോവാണ് ഗൈസ്. അതിൻ്റെ വീഡിയോയാണ് ഇന്ന് ഞാനിവിടെ എടുക്കാൻ പോകുന്നത്. ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മുടെ മോൺസ്റ്റർ ട്രക്കിൻ്റെ ഒരു വീഡിയോയും ഒന്നുമില്ല. ഇന്ന് നമ്മുടെ അനിയത്തിയുടെ കൂടെ ഇന്ന് ഇത്തിരി നേരം ഒന്നും നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, ഇപ്പോൾ എൻ്റെ അനിയത്തി ഇതേ ഇവിടെ തുള്ളി ചാടയാണ് ഗൈസ്. ഞാൻ ഇവളോടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞപ്പോൾ കണ്ടോ തുള്ളി തുള്ളി. ഇവക്ക് കുറേ പാട്ട് പാടാം ഗൈസ്, പാട്ട് പാടാൻ അറിയാം ഗൈസ്. ദിയക്കുട്ടി ഒരു പാട്ട് പാട്. ദിയ ഒരു പാട്ട് പാട്. പാട്ട് പാട്, ഏതെങ്കിലും പാട്. അതല്ല, വേറെ ഏതെങ്കിലും പാട്ട് പാട്. അതൊന്നും അല്ല, കൂക്കു കൂക്കു തീവണ്ടി പാട്. ദിയക്കുട്ടി അടുത്ത് കാക്കേ കാക്കേ കൂടെ അവിടെ പാട്. ഗൈസ്, അപ്പോൾ ആള് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഓവർ സ്മാർട്ടായിട്ട് നിൽക്കുകയാണ്. ഭയങ്കരമായിട്ടേ ഒരു ആക്റ്റീവ് മോഡിലാണ് ഇപ്പോൾ ആൾ നിൽക്കുന്നത്. കണ്ടോ ഗൈസ്, ഇവളെ പണി വേറൊന്നുമല്ല ഗൈസ്. ഇവളെ പറ്റി ഞാൻ ഇന്ന് പറഞ്ഞുതരാം. അതിന് ശേഷം നമുക്ക് വീഡിയോയിലേക്ക് കണ്ടിന്യൂ ചെയ്യാം. ആൾക്ക് വിശന്ന് കഴിഞ്ഞാൽ വിശക്കണമെന്ന് പറയും, പക്ഷെ നല്ലോണം വിശക്കണമെന്നുണ്ടെങ്കിൽ കരഞ്ഞുകൊണ്ട് വിശക്കണമെന്ന് പറയും. പിന്നെ ചൂച്ച കഴിക്കണമെന്നുണ്ടെങ്കിൽ ബാത്റൂമിൽ പോകണം എന്ന് പറയും. അതേപോലെ രണ്ടിന് പോകണമെങ്കിലും അതേപോലെ തന്നെയാണ്, ടോയ്ലറ്റിൽ പോകണം എന്ന് പറയും ഗൈസ്. അപ്പോൾ ഞാൻ ഇന്ന് അവളെ പറ്റി ചില പെക്യുലാരിറ്റീസ് പറഞ്ഞുതരാം. ഓക്കെ ഗൈസ്, അപ്പം ഇന്ന് അവളെ പറ്റി നമുക്ക് പറഞ്ഞതിന് ശേഷം വീഡിയോയിലേക്ക് കണ്ടിന്യൂ ചെയ്യാം ഗൈസ്. അപ്പോൾ ഇവളെ പറ്റി വേറെ ഒന്നും എനിക്ക് പറയാനില്ല ഗൈസ്, വേറെ ഒന്നുമല്ല ഗൈസ്. ഇവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ, തുള്ളി തുള്ളി നടക്കുന്ന ആ ഒരു സംഭവം തന്നെയാണ്. ഇവൾക്ക് സ്കൂളിലൊക്കെ പോകുന്നത് മീൻസ് ഇവള് ഡേ കെയറിലാണ് പോകുന്നത്. ആ വാക്ക് ഇവൾക്ക് അറിയില്ല. ഇവൾ സ്കൂളിൽ പോകുന്നു എന്ന് പറഞ്ഞാണ് പോകുന്നത്. പക്ഷെ ഇവൾക്ക് എത്ര ഹാർഡായിട്ടാണ് ഇനി വരാൻ പോകുന്നതെന്ന് അറിയില്ല. സോ ഗൈസ്, എനിവേ, ഇവളെ പെക്യുലാരിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൾക്ക് ഇങ്ങനെ തുള്ളിച്ചാടി നടക്കുന്നതും കളിക്കുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് മാത്രമല്ല, ഞാനിങ്ങനെ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ കൂടെ നിൽക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഞാൻ പാർട്ട് 1ഉം പാർട്ട് 2ഉം എടുത്ത വീഡിയോസിനകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം ഗൈസ്. ഇവള് എപ്പോൾ നോക്കിയാലും ഭയങ്കര ആക്റ്റീവാണ്. ദിയ എനിക്ക് വാ. ഇവള് ഡീആക്റ്റീവ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കരയുമ്പോഴും പിന്നെ അവൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന് തലക്കിട്ട് ചിലപ്പോൾ എന്തെങ്കിലും എടുത്ത് എറിഞ്ഞു തരും. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഇട്ട് ഒറ്റ ഒരു ഇടി തരും. പിന്നെ ചിലപ്പോൾ കടി തരും, നുള്ളു തരും. അങ്ങനെയൊക്കെയാണ് ഇവ. പിന്നെ അവൾക്ക് കോമഡി ആവുന്ന കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഓടി കള്ളി എന്നാണ് പറയുന്നത് ഗൈസ്. അവരെ എല്ലാവരും എപ്പോഴും എൻ്റെ വീട്ടിലെല്ലാവരും എൻ്റെ ബന്ധുക്കളെല്ലാവരും പറയുന്നത് ഇത് തന്നെയാണ്. വേറെ എന്താണ് ഗൈസ് പറയുന്നത്, ഇവള് എന്തുകൊണ്ടാണ് ഇത്രയും വികൃതി കാണിക്കുന്നത്? പറയും പോലെ അത് പറയാൻ മറന്നുപോയി. ഭയങ്കര വികൃതിയാണ് ഗൈസ് ഇവർക്ക്. എപ്പോൾ നോക്കിയാലും കണ്ടിന്യൂസ് ആയിട്ട് വികൃതി. അതല്ലാതെ വേറെ ഒന്നും അവർക്ക് ചെയ്യാനില്ല ഗൈസ്. അപ്പോൾ ഗൈസ്, നമുക്ക് ഇവളെ പറ്റിയുള്ള പെക്യുലാരിറ്റീസ് ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇവളോട് ടൈം സ്പെൻഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് കഴിഞ്ഞ പാർട്ട് 2 വീഡിയോയിൽ നമുക്ക് കാറിൻ്റെ ബാറ്ററി കുറഞ്ഞത് കാരണം തന്നെ നമുക്ക് അത് വെച്ച് റേസ് ചെയ്യാനൊന്നും പറ്റില്ല. സോ ഗൈസ്, നമ്മൾ ആൾ ഇവിടെ സെറ്റായിട്ട് ഇരിപ്പുണ്ട്.
കണ്ടോ അവൻ്റെ ബൗൺസിങ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടോ അവൻ കുറേ തവണ ചാടിയിട്ടൊക്കെ ഉണ്ട് ഗൈസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് റോഡിങ്ങിലൊക്കെ ഇവൻ നല്ലോണം ചാടുന്നതാണ്. കല്ലിൻ്റെ മുകളിൽ കൂടെയൊക്കെ ഓടിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇനി എടുക്കാൻ പോകുന്നേ ഉള്ളൂ. ആക്ച്വലി അതിൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, മുന്നേയൊക്കെ ഷൂട്ട് ചെയ്തു. പക്ഷേ എനിക്ക് പേടിയായതുകൊണ്ട് കാരണം തന്നെ ഞാനത് നിക്ക് പറഞ്ഞോട്ടെ. അപ്പോൾ അത് അന്നത്തെ വീഡിയോസ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് എടുത്തതാണ്. അതായത് അന്നൊക്കെ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു. ഈ ലോകം മൊത്തവും കാണാൻ പോകുന്ന ഒരു വീഡിയോ ആണിത്. സോ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അതുപോലെ ഗൈസ് ഞാനൊരു കാര്യം കൂടെ പറയുകയാണ് ഗൈസ്. ഈ വീഡിയോസ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ബി ഓണസ്റ്റ്. ഇഫ് യു ലൈക്ക് യു ക്യാൻ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്, ഓർ ഇഫ് യു ഡോണ്ട് ജസ്റ്റ് ഡിസ്ലൈക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അപ്പൂപ്പൻ്റെ ഫോണായതുകൊണ്ട് അപ്പൂപ്പൻ്റെ യൂട്യൂബ് ചാനലാണ് യൂട്യൂബിൻ്റെ പേരാണ് കിടക്കുന്നതെന്ന്. പക്ഷേ ഞാൻ പേര് മാറ്റി. എനിക്ക് അപ്പൂപ്പന്മാരുടെ പേരൊന്നും വേണ്ട, അതുകൊണ്ട് ഞാൻ ഗൗതം ലിറ്റിൽ വേൾഡ് എന്നാക്കി. പക്ഷേ ഗൈസ് എന്നെ ഒരുത്തൻ ചതിച്ചു ഗൈസ്. നേരത്തെ ഒരുത്തൻ എന്താ പറയുക എൻ്റെ ചാനലിന് പേരിട്ടിട്ടുണ്ട്. അവന് 3 സബ്സ്ക്രൈബേഴ്സാണ് ഉള്ളത്. ഗൈസ് പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇഫ് യു വാണ്ട് മീ ടു ബീറ്റ് ദം പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്. അവനെ ബീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതായത് അവനെ തോൽപ്പിക്കണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അവനെ തോൽപ്പിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവനെ തോൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് കഴിഞ്ഞ പാർട്ട് 2 വീഡിയോയിൽ ആക്ച്വലി എന്താ പറയുക ബാറ്ററി കുറവായതുകൊണ്ട് നമുക്ക് കാർ ഓടിക്കാൻ പറ്റിയില്ല. സോ ഇന്ന് നമ്മൾ അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റിമോട്ട് ഇതാ കിടക്കുന്നു ഗൈസ്. അപ്പോൾ റിമോട്ട് നമുക്കങ്ങ് എടുത്തേക്കാം ഗൈസ്. അപ്പോൾ റിമോട്ട് എടുത്തിട്ടുണ്ട്. റിമോട്ട് എടുത്ത് നമുക്ക് ഇവിടെ വെക്കാം. അല്ല വേണ്ട, കയ്യിൽ തന്നെ വെച്ചേക്കാം. ദിയാ വരണോ? ഓക്കെ ഗൈസ്, അപ്പോൾ ആളെ നമുക്ക് ഇവിടെ വെച്ചിട്ട് ഓക്കെ ഗൈസ് ആള് ഡ്രിഫ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഗൈസ് ആള് ഡ്രിഫ്റ്റ് അടിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. വാട്ടർ സ്പോർട്ട് മോഡ് ഗൈസ് ആക്ച്വലി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഓൺ ചെയ്യാൻ മറന്നുപോയി. പകുതിയും ഞാൻ വാട്ടർ സ്പോർട്ട് മോഡ് ഓൺ ചെയ്യാതെയായിരുന്നു വീഡിയോ ഓടിച്ചത് ഗൈസ്. അപ്പോൾ നമുക്ക് ഇതിനെ വളമൊന്നും മറിക്കാത്തതുകൊണ്ട് തന്നെ ഓക്കെ തീക്കുട്ടി മിണ്ടാതിരിക്കുക. ചവിട്ടിയ തീക്കുട്ടിയെ കളിപ്പിക്കൂല. അപ്പൊ ഗൈസ് ഹായ് ഗൈസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ ഡേ റിവേഴ്സ് ഡ്രിഫ്റ്റ് അടിച്ചായിരുന്നു ഗൈസ്. കണ്ടോ ഡ്രിഫ്റ്റ് അടിച്ചായിരുന്നു. നല്ല കിടിലൻ ഡ്രിഫ്റ്റിംഗ് ആയിരുന്നു ഗൈസ്. തീക്കുട്ടി ഒന്ന് മോളി കയറി ആ ഗൈസ്. അങ്ങനെ നമ്മള് തീക്കുട്ടി മോളി കയറ. കാരണം ചേട്ടനൻ ഇപ്പൊ ഇത് ചെയ്യാണ്. തീക്കുട്ടി അവിടെ വന്ന് ഇങ്ങനെ ചവിട്ടിക്കഴിഞ്ഞാൽ ചേട്ടൻ അത് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ ആണോ? അവിടെ നിക്കോ ഇല്ലെങ്കിൽ തീക്കുട്ടിയെ ഞാൻ പുറത്താക്കും. ചുമ്മാ തീക്കുട്ടിയെ അടിക്കും ചേട്ടൻ, അതും ചുമ്മാ. തീക്കുട്ടിയെ എന്ത് ചെയ്യുമെന്നറിയാമോ? തീക്കുട്ടിയെ കളിപ്പിക്കൂല ചേട്ടൻ ഇനി അങ്ങനെ ചെയ്താ. ഓക്കെ ഗൈസ് അതിൻ്റെ ഡ്രിഫ്റ്റിംഗ് ഒന്നും നമുക്ക് കറക്റ്റ് കാണാൻ പറ്റില്ല. ക്യാമറയിലാണെങ്കിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ അതിൻ്റെ ഡ്രിഫ്റ്റിംഗ്. ഇത് ആക്ച്വലി ഫോണിലായതുകൊണ്ട് തന്നെ കറക്റ്റ് അതിൻ്റെ ഡ്രിഫ്റ്റിംഗ് ഒന്നും കാണാൻ പറ്റത്തില്ല.
ഓക്കെ ഗായ്സ്, അപ്പം നമുക്ക് ഇനി ദിയാൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള വീഡിയോയാണ് ഇനി. ഗായ്സ്, അപ്പം നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. ഗായ്സ്, അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ നിന്ന് തന്നെ എൻ്റെ അച്ഛനെയും കൂടെ ഞാനിന്ന് കാണിച്ചു തരാൻ പോവാണ്. അപ്പോൾ ഗായ്സ്, ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ ഗായ്സ്, നമ്മുടെ ദീക്കുട്ടിയുടെ അടുത്ത് നമുക്കിനി എന്ത് കളിക്കണം എന്ന് ചോദിക്കാം. ദീക്കുട്ടി, ദീക്കുട്ടി, ദിയ, പറ. ചോദിക്ക്. ദീക്കുട്ടിക്ക് എന്ത് കളിക്കണം? പറ, എന്ത് കളിക്കണം? കാറോ? കാർ ഇപ്പം കളിക്കണ്ട, കാർ ഇപ്പം കളിച്ചതല്ലേ ഉള്ളൂ. നമുക്കെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഓഫ് റോഡ് കളിക്കാം. ഗൈസ്, അപ്പോൾ ദീക്കുട്ടി പറഞ്ഞത് കാറിൻ്റെ ഓഫ് റോഡ് ചെയ്യാനാണ്. അപ്പം നമുക്ക് കാറിൻ്റെ ഓഫ് റോഡ് ചെയ്യാം. ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ ആളെ കാണിച്ചിരുന്ന ആള് ഇപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഫുഡ് കഴിച്ചതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടും. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ ദീക്കുട്ടി ഇവിടെ ചാടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഇവിടെ ഓഫ് റോഡ് പോലെ ഇത് വെക്കണം. അപ്പോൾ ഗൈസ്, ഇന്നലെ വെച്ചതുപോലെ തന്നെ ഗൈസ് നമ്മൾ വെക്കാൻ പോകുന്നത്. കാണാൻ വേറൊന്നുമല്ല ഗൈസ്, ഈ ബോളുകളെല്ലാം ഭയങ്കര ശല്യമാണ്. ഐ മീൻ, ഇന്നലത്തെ പോലെ വെച്ചില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സസ്പെൻസ് കിട്ടത്തില്ല ഗൈസ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നലത്തെ പോലെ തന്നെ വെക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഇനി അതേപോലെ തന്നെ നമുക്ക് വെച്ചേക്കാം. ഇത് നടുക്ക് വെക്കാം, അതേപോലെ ഇതെടുത്ത് സൈഡിൽ ഇങ്ങനെ വെക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെ ട്രാക്ക് ഇപ്പോൾ ഇവിടെ റെഡിയാണ് ഗൈസ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് വേറൊന്നുമല്ല, നമ്മൾ റിമോട്ട് കൺട്രോൾ കാറും റിമോട്ട് കൺട്രോളും എടുക്കണം. അമ്മേ, ഒറ്റ ഒരു ചാട്ടം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളാള് ഇതാ ഇവിടെ നിൽപ്പുണ്ട്. ഗൈസ്, ആള് ഭയങ്കര സീനുണ്ട് കേട്ടോ. ഗൈസ്, അതെന്ത് പറ്റി ഗൈസ്? പക്ഷേ അത് സംഭവം ടയർ എന്തോ ഇങ്ങനെ ചരിഞ്ഞിരിക്കുകയായിരുന്നു ഗൈസ്. ഓക്കെ, റെഡി, സ്റ്റഡി. ദീക്കുട്ടി മാറ. ദീക്കുട്ടി, ദീക്കുട്ടിയുടെ ഐഡിയ ഒക്കെ ഇടില്ല. ദീക്കുട്ടി മാറ്. ഇങ്ങോട്ട് വാ. ദീക്കുട്ടി അവിടെ പോവരുതേ, എങ്കിൽ നമുക്ക് കളിക്കാൻ പറ്റൂല. ഓക്കെ, വാ. ഓക്കെ ഗൈസ്, ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന ആള് 2-3 വീഡിയോസൊക്കെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സെറ്റ് ഗൈസ്. ടയർ പോയി കിട്ടി ഗൈസ്. ടയർ പോയി കേട്ടോ ഗൈസ്. അതിൻ്റെ ടയർ നമുക്ക് ജസ്റ്റ് ഒന്ന് ശരിയാക്കിയിട്ട് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം ഗൈസ്. അപ്പം നമ്മളെ ടയർ ശരിയാക്കിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്. ഓഹോ ഗൈസ്, അത് അങ്ങോട്ട് ലെറ്റ്സ് ഗോ. യെസ്, ദീക്കുട്ടി കാർ തിരിച്ചു വെക്കേ. കാർ അങ്ങനെ ബാക്കിലോട്ട് മതി, വച്ചോ. എന്നിട്ട് ദീക്കുട്ടി എണീക്ക്. അപ്പം നമ്മൾ ബാക്കിലോട്ടാക്കി. ദീക്കുട്ടി വെയിറ്റ്. ചേട്ടായി എടുത്തു നിക്ക്. ദിയ,